ഈ എണ്ണ തേക്കുമ്പോൾ സ്റ്റിച്ച് ഉണങ്ങുമോ? അത് സ്റ്റിച്ച് ഉണങ്ങാൻ കുറച്ച് സമയം പിടിക്കില്ലേ? അത് സ്റ്റിച്ചിന് ബുദ്ധിമുട്ടാവില്ലേ? പെട്ടെന്ന് ഹീലിംഗ് വരില്ലല്ലോ എന്നൊക്കെ ഉള്ളത്. എക്സ്റ്റേണൽ ട്രീറ്റ്മെന്റ്സിനെ പറ്റി പറയുകയാണെങ്കിൽ നമുക്ക് യൂഷ്വലി ഓരോരോ ആയുർവേദ പ്രകാരം നോക്കുകയാണെങ്കിൽ ഓരോ ഡിസീസിനും ഓരോ ടൈപ്പ് ഓഫ് ട്രീറ്റ്മെന്റ് ഉണ്ട്. ഓരോ ടൈപ്പ് ഓഫ് ട്രീറ്റ്മെന്റ് അല്ല, ഒരു ബേസിക് പ്രോട്ടോകോൾ ഉണ്ട് ഓരോ ഡിസീസിനും. അതേപോലെ ഡെലിവറിക്ക് ശേഷം നമ്മൾ യൂഷ്വലി ഇവിടെ അഡോപ്റ്റ് ചെയ്യുന്ന ടൈപ്പ് ഓഫ് പ്രോട്ടോകോൾ എന്ന് പറയുന്നത് മർമാമിക്കാതെ ചികിത്സയാണ്. അപ്പൊ അഭ്യംഗം എന്ന് പറയുന്നത് എല്ലാവർക്കും മനസ്സിലാവുന്ന രീതിയാണെങ്കിൽ ഓയിൽ മസാജ്. അപ്പൊ നമുക്ക് കൂടുതൽ വരുന്ന വേറൊരു കൺസേൺ ആണ്, അല്ലെങ്കിൽ ഇതേപോലെ ബാക്കിയുള്ള ആൾക്കാർ പറയുന്ന മറ്റൊരു കൺസേൺ ആണ്, ഈ എണ്ണ തേക്കുമ്പോൾ സ്റ്റിച്ച് ഉണങ്ങുമോ? അത് സ്റ്റിച്ച് ഉണങ്ങാൻ കുറച്ച് സമയം പിടിക്കില്ലേ? അത് സ്റ്റിച്ചിന് ബുദ്ധിമുട്ടാവില്ലേ? പെട്ടെന്ന് ഹീലിംഗ് വരില്ലല്ലോ എന്നൊക്കെ ഉള്ളത്. യൂഷ്വലി നമ്മൾ ഈ അഭ്യംഗം കൊടുക്കുന്നത് അല്ലെങ്കിൽ അഭ്യംഗം സ്റ്റാർട്ട് ചെയ്യുന്നത്, ഓയിൽ മസാജ് സ്റ്റാർട്ട് ചെയ്യുന്നത് ഒരു 5 days, ഒരു ബേസിക് ആയിട്ടുള്ള ഒരു ജനറൽ പ്രോട്ടോകോൾ വെച്ചിട്ടാണ്. 5 days നോർമൽ ഡെലിവറിക്കും, മറിച്ച് ഒരു അതായത് എന്താണ് സിസേറിയൻ സെക്ഷൻ ആണെങ്കിൽ ഒരു 15 ദിവസം കൊടുത്തിട്ട് മാത്രമേ നമ്മൾ എന്ത് ചെയ്യുള്ളൂ, അഭ്യംഗം ചെയ്യുള്ളൂ. അതല്ല, ഒരു ഡെലിവറി കഴിഞ്ഞിട്ട് ഒരു പേഷ്യന്റ് ഇപ്പൊ ഇന്ന് ഡെലിവറി കഴിഞ്ഞ് നാളെ നമ്മുടെ അടുത്തേക്ക് വരുവാണെങ്കിൽ ഡയറക്റ്റ് ആയിട്ട് നമ്മൾ അവരെ ഓയിൽ മസാജിന് കയറ്റല്ലേ ചെയ്യുന്നത്. അവരെ സ്റ്റിച്ചിന്റെ അവസ്ഥ എന്താണ്, അതിന് ഈ പറഞ്ഞ പോലെ ഉണക്കങ്ങൾ വന്നിട്ടുണ്ടോ, അതിന് ഹീൽ ആയിട്ടുണ്ടോ നോക്കിയിട്ട് അതിനുശേഷം മാത്രം നമ്മൾ അത് കയറ്റുള്ളൂ. അതാണ് ഞാൻ പറഞ്ഞത്. ജനറലി നമ്മൾ 5 days ആണ് ഈ പറഞ്ഞ പോലെ നോർമൽ ഡെലിവറിക്കും, ഒരു 15 days കഴിഞ്ഞിട്ട് മാത്രം നമ്മൾ സിസേറിയനും കൊടുക്കും. ഇനി അതല്ല, അത് ഹീൽ ആയിട്ടില്ല എന്നുണ്ടെങ്കിൽ അഫ്കോഴ്സ് നമ്മൾ ഈ പറഞ്ഞ ഡേയ്സ് കൂട്ടിയിട്ടോ കുറച്ചിട്ടോ അതാത് പേഷ്യൻസിന്റെ കണ്ടീഷൻസ് നോക്കിയിട്ട് തന്നെ ചെയ്യും. അഭ്യംഗം കൂടാതെ നമുക്ക് വരുന്ന കാര്യങ്ങളാണ് ഈ പറഞ്ഞ പോലെ എന്താണ് കിഴികള്. കിഴികൾ എന്ന് പറയുമ്പോൾ ഒരുപാട് ടൈപ്സ് കാര്യങ്ങളുണ്ട്. കണ്ടന്റ് ഓഫ് കീ മാറ്റം ഉണ്ടാവില്ല. അപ്പൊ പേഷ്യന്റെ കണ്ടീഷൻസ് അനുസരിച്ച് ഇപ്പൊ ബ്രഹ്മാണ്ഡമായിട്ടുള്ള ട്രീറ്റ്മെന്റ് പോകുന്നതെങ്കിൽ നമുക്ക് അതിനനുസരിച്ചുള്ള കോണ്ടന്റ് മാറ്റാം. അതേപോലെ തന്നെ നമുക്ക് ബോഡി പെയിൻ, ഒരുപാട് പേഷ്യൻസ് പറയുന്ന മറ്റൊരു കൺസേൺ ആണ് ഈ ബോഡി പെയിൻ, ഊരവേദന എന്നുള്ളത്, ലോ ബാക്ക് ഏക്ക് എന്നുള്ളത്, അത് കുറച്ച് റേഡിയേറ്റിംഗ് ആയിട്ടുള്ളത്. അതിന് നമ്മൾ പോകുന്ന മറ്റൊരു ഈ പറഞ്ഞ എക്സ്റ്റേണൽ തെറാപ്പിയാണ് ഈ കിഴികള് കാര്യങ്ങൾ, സ്റ്റീം ബാത്ത് എന്നുള്ളത്. സ്റ്റീം ബാത്ത് കൂടാതെ പിന്നെ പോകുന്നതാണ് മെയിൻലി കഷായ ബാത്ത്. വേദുകുളി നമ്മൾ സാധാരണയായിട്ട് പറയും. കഷായ ബാത്തിൽ ഇന്ന് നമ്മൾ എത്ര ചെയ്യുന്ന ആത്മാവരോ അല്ലെ പേഷ്യന്റ് അനുസരിച്ച് കണ്ടീഷൻ അനുസരിച്ച് ഏതാ എന്ന് വെച്ചാൽ കഷായം ഉണ്ടാക്കി അതിൽ കുളിപ്പിക്കുക ചെയ്യുക. അതാണ് വേദുകുളി എന്ന് പറയുന്നത്. പിന്നെ അതുകൂടാതെ ചെയ്യുന്നതാണ് കേശധൂമം. കുളി കഴിഞ്ഞ പാട് മുടി ഇങ്ങനെ പൊക്കുക, മുടി കാറുണ്ടാവുക, അതൊക്കെ പ്രിവെന്റ് ചെയ്യാനും അങ്ങനെയൊക്കെ. അപ്പൊ പിന്നെ ചെയ്യുന്നതാണ് ധൂമപാനം. മെഡിക്കേറ്റഡ് ആയിട്ട് ധൂമവർത്തികൾ ഉണ്ടാക്കും, അത് വെച്ചിട്ട് നമ്മൾ സ്മോക്ക് ചെയ്യും, ധൂമപാനം എന്ന് പറയുന്നത്. ഇതൊക്കെയാണ് എക്സ്റ്റേണലി പോകുന്ന ട്രീറ്റ്മെന്റ്സ്.